إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. الرحمن على العرش استوى. നാം ജീവിക്കുന്ന ഈ ലോകത്ത് വിവിധ മതവിശ്വാസികളുണ്ട്. ദൈവത്തെക്കുറിച്ച് വ്യത്യസ്ത സങ്കല്പങ്ങൾ അവരെല്ലാം വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നു. പലതും ഊഹങ്ങളാണ്, സങ്കല്പങ്ങളാണ്, പ്രമാണങ്ങളുടെ അടിത്തറയില്ലാത്തതാണ്, ഐതിഹ്യങ്ങളാണ്. എന്നാൽ പരിശുദ്ധ ഇസ്ലാം പ്രപഞ്ചനാഥനായ റബ്ബുൽ ആലമീനെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നൽകുന്നു. അള്ളാഹുവിന്റെ സത്തയെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാം എങ്ങനെ വിശ്വസിക്കണം, നാം എങ്ങനെ വിശ്വസിക്കരുത് എന്നത് പ്രമാണങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നവർ പോലും അള്ളാഹുവിനെ സംബന്ധിച്ച് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് നിന്ന് ബഹുദൂരം അകന്നുപോയിട്ടുണ്ട് അവരുടെ വിശ്വാസം എന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസം ശരിയാണോ എന്ന് പരിശോധിച്ച രീതി നമുക്ക് കാണാൻ സാധിക്കും. ഒരു അടിമപ്പെണ്ണിന്റെ വിശ്വാസം അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശോധിക്കുന്നത് നമുക്ക് കാണാം. മുആവിയത്ത് ഇബ്നു ഹക്കം അസ്സുലമി, അദ്ദേഹത്തിന് ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു. മദീനയിൽ ഉഹദിന്റെയും ജവാനിയുടെയും ഇടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആടുകളെ മേച്ചിരുന്നത്. അക്കൂട്ടത്തിൽ ആടിനെ ചെന്നായ പിടിക്കുകയും അദ്ദേഹം വന്ന് എണ്ണി നോക്കുമ്പോ എണ്ണത്തിൽ കുറവ് സംഭവിച്ചപ്പോ അദ്ദേഹത്തിന് ദേഷ്യം വരികയും അദ്ദേഹം പറയുന്നു, സൊകക്തുഹാ സൊക്കറ്റൻ, ആ അടിമപ്പെണ്ണിനെ ഒരു അടി ഞാൻ അടിച്ചു. പിന്നീട് അദ്ദേഹത്തിന് നല്ല വിഷമമാവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് വിഷയം പറഞ്ഞപ്പോ പ്രവാചകൻ ആ അടിമപ്പെണ്ണിനെ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഐനല്ലാഹ്, അല്ലാഹ് എവിടെ എന്ന് ചോദിച്ചു. ആ പെണ്ണ് പറഞ്ഞു, ഫിസ്സമാ, അല്ലാഹു ഉപരിലോകത്താണ്. മൻ അന, ഞാൻ ആരാണെന്ന് ചോദിച്ചു. അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞു.
ബഅസിൽ പുനരുത്ഥാനത്തിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് മറുപടി പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അഅതിഖ്ഹാ ഫഇന്നഹാ മുഅ്മിന, അവളെ മോചിപ്പിക്കണം, അവൾ മുഅ്മിനത്താണ്, അവൾ ഈമാനുള്ളവളാണ്. അവളുടെ വിശ്വാസം കൃത്യമാണോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശോധിച്ചത് ഐനല്ലാ എന്ന ചോദ്യത്തിലൂടെയായിരുന്നു. അല്ല ഉപരിലോകത്താണെന്ന് മറുപടി പറഞ്ഞപ്പോ വിശ്വാസം കൃത്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, യൻസിലുല്ലാഹു തബാറക വ തആല ഇല സമാഇ ദുനിയ, രാത്രിയുടെ അവസാന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന്. ഉപരിലോകത്ത് നിന്ന് ഒന്നാമത്തെ ആകാശത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഇറങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. എന്നാൽ ചില പിഴച്ച കക്ഷികൾ വിശ്വസിക്കുന്നത് അല്ലാഹു എല്ലായിടത്തുമുണ്ട് എന്നാണ്. അല്ലാഹുവിന് ഉണ്മയില്ല എന്നും അല്ല ഊർജരൂപമാണ് എന്നും വായു പോലെ പ്രകാശം പോലെ എല്ലായിടത്തും സന്നിവേശിച്ച് കിടക്കുകയാണ് എന്ന പിഴച്ച വിശ്വാസം വെച്ചു പുലർത്തുന്നവരുണ്ട്. ഇതര മതവിശ്വാസികളിൽ നിന്ന് കടമെടുത്ത അദ്വൈതവാദം, സൃഷ്ടാവ് സൃഷ്ടി എന്ന് വേറൊന്നില്ല, സൃഷ്ടാവും സൃഷ്ടിയും ഒന്നു തന്നെയാണ്, എല്ലാ സൃഷ്ടിയിലും സൃഷ്ടാവിന്റെ അംശം അടങ്ങിയത് കൊണ്ട് ഏത് സൃഷ്ടിയെ ആരാധിച്ചാലും അത് സൃഷ്ടാവിനെ ആരാധിക്കുന്നതിന് തുല്യമാണെന്ന അദ്വൈതവാദം പല ഓമന പേരുകളിൽ പല ത്വരീഖത്തുകളിലൂടെ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരികയും ചില പ്രത്യേകമായ ദിക്റുകൾ ഉണ്ടാക്കി ആ നിലക്ക് സമുദായത്തിന്റെ വിശ്വാസം വ്യതിചലിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിന് ഘടകവിരുദ്ധമായ വിശ്വാസമാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ പള്ളിയിലേക്ക് ഓടി വരുന്നുണ്ട്. സ്വഹാബികൾ പറയുകയാണ്, ഞങ്ങൾ പ്രവാചകന്റെ കൂടെ മഗ്രിബ് നമസ്കരിച്ചു, ചിലരെല്ലാം പിരിഞ്ഞുപോയി. ചിലർ പിന്തി നിന്നു, അവിടെ തന്നെ ഇരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാ നമസ്കാരത്തിന്റെ തൊട്ടു മുമ്പ് ഓടി വരികയാണ്. ഓടിക്കതച്ച് ഓട്ടത്തിന്റെ ഊക്ക് കൊണ്ട് പ്രവാചകൻ കിതക്കുന്നുണ്ട്. പ്രവാചകന്റെ തോപ്പ് തന്റെ മുട്ടിലേക്ക് വലിച്ചു പിടിച്ച് പ്രവാചകൻ ഓടി വരികയാണ്. എന്നിട്ട് സ്വഹാബത്തിനോട് പറയുന്നു, ഹാദാ റബ്ബുക്കും, ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് പറയുന്നു, ഹാദാ റബ്ബുക്കും ഖദ് ഫതഹ ബാബൻ മിൻ അബ്വാബിസ് സമാഇ യുബാഹി ബികുമുൽ മലായിക, ഇതാ നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ് പ്രവാചകൻ കൈ ചൂണ്ടുന്നത് ആകാശത്തേക്കാണ്. ആകാശത്തിന്റെ കവാടങ്ങൾ ഇതാ നിങ്ങൾക്ക് തുറന്നിട്ട് തന്നിരിക്കുന്നു. റഹ്മാനായ റബ്ബ് അവന്റെ മലക്കുകളോട് നിങ്ങളെ സംബന്ധിച്ച് അഭിമാനത്തോടു കൂടി പറയുന്നു, ഉൻദുറു ഇലാ ഇബാദി, ഇതാ എന്റെ അടിമകളിലേക്ക് നോക്കൂ, ഖദ് ഖലൗ ഫരീളതൻ വഹും യന്തളിറൂന ഉഖ്റാ, ഫർദ് നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല തന്റെ അടിമകളെ കുറിച്ച് അഭിമാനത്തോടു കൂടി പറയുന്നു എന്ന വിവരം പ്രവാചകൻ പറഞ്ഞത് ആകാശത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഹാദാ റബ്ബുക്കും എന്നാണ് പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ കഴിയും. റബ്ബ് എവിടെ? അവൻ വാനങ്ങൾക്കുമീതയാണ്, അവൻ വാനങ്ങൾക്കുമീതയാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടല്ലോ, വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന ആയത്ത് വിശുദ്ധ ഖുർആനിലില്ലേ? ഉണ്ട്. അല്ലാഹുവിന്റെ ദാത്ത് അർശിലാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഇൽമും അവന്റെ ബസറും അവന്റെ സമഉം അവന്റെ ഖുദ്റത്തും അവന്റെ അധികാരവും എല്ലാവരോടൊപ്പമുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിർഔനിന്റെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞപ്പോ ഖാല ലാ തഖാഫാ ഇന്നനി മഅകുമാ അസ്മഉ വ അറ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങളോടൊപ്പം കാണുന്നവനായി കേൾക്കുന്നവനായി ഞാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. അല്ലാഹുവിന്റെ കാഴ്ചയിൽപ്പെടാതെ
അവന്റെ കേൾവിയിൽപ്പെടാതെ അവന്റെ അറിവിൽപ്പെടാതെ ഒരാൾക്കും ഒരു സൃഷ്ടിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ബസറും സമഉം ഖുദ്റത്തും അവന്റെ ഇൽമും എല്ലാവരോടൊപ്പമുണ്ട് എന്നതാണ് ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ അം അമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബൻ ഫസതഅലമൂന കൈഫ നദീർ. ഉപരിലോകത്തുള്ളവനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയനാണോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് കാണാം. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ഉപരിയിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. എത്ര ആയത്തുകൾ, എത്ര ഹദീസുകൾ ഈ വിഷയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. റഹ്മാനായ റബ്ബ് അവൻ അർശിൽ ഇസ്തിവാ ചെയ്തിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം നമുക്ക് വിശദീകരിച്ചു തരുന്നു. ചിലർ പറഞ്ഞു ഉപവിഷ്ടനായി, അർശിൽ ഉപവിഷ്ടനായി എന്ന് പറയാൻ പാടില്ല എന്നും, ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇസ്തൗല അധികാരം നേടി എന്നുമാണ് അർത്ഥമെന്നൊക്കെ അതിനെ ദുർവ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ 7 സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞെങ്കിൽ 6 സ്ഥലത്ത് ഇസ്തവ അലൽ അർശി എന്നും സൂറത്തു ത്വാഹയിൽ അലൽ അർശി ഇസ്തവ എന്നും പറഞ്ഞെങ്കിൽ എവിടെയും ഇസ്തൗല എന്ന പദപ്രയോഗം നടത്തിയിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അശ്അരികൾ പല വിഷയങ്ങളിലും പ്രമാണങ്ങളുടെ മുന്നിൽ ഉത്തരം മുട്ടി ചരിത്രത്തിൽ ഇളിപ്യരായത് നമുക്ക് കാണാൻ കഴിയും. കാരണം അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് വെച്ചു പുലർത്തുന്ന വിശ്വാസം ഉണ്മയില്ലാത്ത ഊർജ്ജരൂപമായിട്ടാണ്. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ സമൂഹം ഞങ്ങൾ ശാഫിഈ മദ്ഹബിന്റെ ആളുകളാണ് എന്ന് പറയുന്നവർ, അവർ പറയാറുണ്ട് വിശ്വാസപരമായി ഞങ്ങൾ അശ്അരികളാണ്, അശ്അരി ത്വരീഖത്തിലാണ് വിശ്വാസപരമായി ഞങ്ങൾ ഉള്ളത് എന്ന് അവർ പറയാറുണ്ട്. പക്ഷേ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വർഗവാസികൾ അള്ളാഹുവിനെ കാണുന്നത്, അള്ളാഹുവിലേക്ക് നോക്കുന്നതൊക്കെ കൃത്യമായ ഹദീസുകളിൽ വ്യക്തമാണ്. ആ ഹദീസിനെ എങ്ങനെ ഇവർ വ്യാഖ്യാനിക്കും? മാത്രവുമല്ല, അതിന് വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ സാധ്യമല്ലാത്തതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അർശിൽ ഇസ്തിവാ ചെയ്തതിനെ സംബന്ധിച്ചും അവർക്ക് മറുപടിയില്ല. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന വചനം വിശുദ്ധ ഖുർആനിലെ ആ ആയത്ത് കുറെ പണ്ഡിതന്മാരെ ചിന്തിപ്പിക്കുകയും വ്യതിചലിച്ച പിഴച്ച ചിന്താഗതിയിൽ നിന്ന് യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിലേക്ക് അവരൊക്കെ മടങ്ങാൻ കാരണമായ വചനമാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന ആയത്ത് പാരായണം ചെയ്തു. ഒരാൾ ചോദിക്കുകയുണ്ടായി അദ്ദേഹത്തോട്, അബാ അബ്ദുറഹ്മാൻ കൈഫ ഇസ്തവ, അബൂ അബ്ദുറഹ്മാൻ എങ്ങനെയാണ് ഇസ്തിവാ? അദ്ദേഹത്തിന്റെ നെറ്റിത്തടം ഉയർത്ത് അദ്ദേഹം താഴേക്ക് നോക്കി കുറെ സമയം നിന്ന ശേഷം തല ഉയർത്തിയിട്ട് അദ്ദേഹം മറുപടി പറയുകയാണ്. കാരണം ഇന്ന് വരെ ആരും ചോദിക്കാത്ത ചോദ്യമാണത്. അദ്ദേഹം പറഞ്ഞു, അൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂൽ വൽ കൈഫു ഗൈറു മഅഖൂൽ. ഇസ്തിവാ എന്നത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ്, പക്ഷെ അത് എങ്ങനെ എന്നത് ഒരിക്കലും ചിന്തനീയമല്ല. എന്നാൽ അൽ ഈമാനു ബിഹി വാജിബ് വസ്സുആലു അൻഹു ബിദ്അ. അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്, അതിനെ ചോദ്യം ചെയ്യൽ ബിദ്അത്താണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അബുൽ ഹസൻ അൽ അശ്അരി, മുഹമ്മദ് ഇബ്നു ത്വയ്യിബ്, അബൂബക്കർ അൽ ബാഖല്ലാനി, ഇമാം ഫഖറുർ റാസി, അബൂ ഹാമിദ് അൽ ഗസ്സാലി, അബുൽ മആലി അൽ ജുവൈനി തുടങ്ങിയ ശാഫിഈ മദ്ഹബിലേക്ക് ചേർക്കപ്പെടുന്ന ഈ പണ്ഡിതന്മാർ അവർക്ക് അശ്അരി പ്രസ്ഥാനത്തിന്റെ വക്താക്കളായിട്ടാണ് അറിയപ്പെടാറുള്ളത്. പക്ഷെ അവരെല്ലാം ആ വിശ്വാസത്തിൽ നിന്ന് മാറി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ വിശ്വാസത്തിലേക്ക്, ഈ ആദർശത്തിലേക്ക് അവർ കടന്നു വന്നിട്ടുണ്ട്. അശ്അരി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന അബുൽ ഹസൻ അൽ അശ്അരി, അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച് ഇബ്നു കസീർ റഹ്മഹുല്ല വിശദീകരിക്കുന്നുണ്ട്. 3 ഘട്ടങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, പിഴച്ച കക്ഷിയായ മുഅ്തസിലി പ്രസ്ഥാനക്കാരനായിരുന്നു ആദ്യം അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഉസ്താദുമാർ മുഅ്തസിലിയാക്കളായതുകൊണ്ട് തന്നെ അതിന്റെ സ്വാധീനം അദ്ദേഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മാറ്റമുണ്ടായി. അസ്സിഫാത്തുൽ അഖ്ലിയ എന്ന അള്ളാഹുവിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട 7 സിഫത്തുകളെ അദ്ദേഹം അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അള്ളാഹുവിന്റെ ഹയാത്ത്, ഇൽമ്, കലാമ്, ഇറാദത്ത്, ഖുദ്റത്ത്, സമഅ്, ബസ്ർ തുടങ്ങിയ അള്ളാഹുവിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട 7 സിഫത്തുകളെ അദ്ദേഹം സ്ഥാപിച്ചു.
അത് അശ്അരികൾ ഇന്നും അംഗീകരിക്കുന്നുണ്ട്, അവർ സ്ഥാപിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട സിഫത്തുകൾ വേറെയുമുണ്ട്. അള്ളാഹുവിന്റെ വജ്ഹ്, യദ്, സാഖ് തുടങ്ങി വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ തന്നെ സ്ഥിരപ്പെട്ട അള്ളാഹുവിന്റെ സിഫാത്തുകളുണ്ട്. ആ സിഫത്തുകളെ അവർ അശ്അരികൾ അംഗീകരിക്കുന്നില്ല. മാത്രവുമല്ല, അള്ളാഹുവിന്റെ ഫിഅലിയായ സിഫാത്തുകളുണ്ട്. ഈ പറഞ്ഞ ഇസ്തവ അലൽ അർശ്, അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്തു എന്നതും, യൻസിലുല്ലാഹു തബാറക വ തആല ഇല സമാഇ ദുനിയ എന്ന അള്ളാഹുവിന്റെ നുസൂൽ എന്ന സിഫത്തും, അള്ളാഹുവിന്റെ മജീ വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ എന്ന മജീ തുടങ്ങിയ അള്ളാഹുവിന്റെ ഫിഅലിയായ സിഫാത്തുകളുമുണ്ട്. അതിനെയും അവർ നിഷേധിച്ചു. അദ്ദേഹം വീണ്ടും മാറി. അബുൽ ഹസൻ അൽ അശ്അരിക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. ആര്? അശ്അരി ത്വരീഖത്തിന്റെ സ്ഥാപകനായ അലി ഇബ്നു ഇസ്മായിൽ അബുൽ ഹസൻ അൽ അശ്അരി. അദ്ദേഹം വന്ന് ഒരു കിതാബ് എഴുതുകയാണ്. അൽ ഇബാനത്തു അൻ ഉസൂലി ദിയാന എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്തിവാഇനെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം വിശദീകരിക്കുക മാത്രമല്ല, സിഫത്തുകളെ വ്യാഖ്യാനിക്കുന്നതും അതിനെ നിഷേധിക്കുന്നതും ഹറൂറികളാണ്, മുഅ്തസിലികളാണ്, ജഹ്മികളാണ് എന്ന് അദ്ദേഹം തുറന്നെഴുതി. ആരാണ് ഹറൂറികൾ? ഖവാരിജുകളാണ്. ഹറൂറ എന്ന സ്ഥലത്തേക്ക്, ദേശത്തേക്ക് ചേർത്തിയാണ് ഹറൂറി എന്ന് അവരെ പറയുന്നത്. അഥവാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെതിരിൽ പുറപ്പെടുകയും സംഘടിക്കുകയും ഹറൂറ എന്ന സ്ഥലത്ത് വെച്ച് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്യുകയും ചെയ്തവരാണ്. അവിടെ താമസിച്ച് അദ്ദേഹത്തോട് യുദ്ധം ചെയ്യുകയും ചെയ്തവരാണ് ഹറൂറികൾ. അവരാണ് അള്ളാഹുവിന്റെ സിഫത്തുകളെ വ്യാഖ്യാനിച്ചത്, അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിച്ചത്. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അർശിൽ ഉപവിഷ്ടനായി എന്ന അർത്ഥം തന്നെ, വ്യാഖ്യാനം തന്നെ അദ്ദേഹം കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇമാം റാസിയുടെ എടുത്ത് പരിശോധിച്ചാലും അദ്ദേഹം ആദ്യം അശ്അരി ത്വരീഖത്തിലായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം മാറുകയും അഖ്സാമുൽ ലദ്ദാത്ത് എന്ന ഗ്രന്ഥത്തിലൂടെ തന്റെ നിലപാട് കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഈ അശ്അരി ത്വരീഖത്തിന്റെ തന്നെ സിഫത്തുകളെ നിഷേധിക്കുന്ന ഇവരുടെ തന്നെ യഥാർത്ഥത്തിലുള്ള വൈജ്ഞാനിക ശക്തിയായ മുഹമ്മദ് ഇബ്നു ത്വയ്യിബ് അബൂബക്കർ അൽ ബാഖല്ലാനി, അദ്ദേഹത്തിന് മാറ്റമുണ്ടായി. അദ്ദേഹവും ഗ്രന്ഥം എഴുതി. അള്ളാഹുവിന്റെ സിഫത്തിനെ സംബന്ധിച്ച് ഒരിക്കലും അതിനെ നിഷേധിക്കുന്നതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച്, അതിനെ വ്യാഖ്യാനിക്കുന്നതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് കൃത്യമായി അത്തംഹീദ് എന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇത്തരം സിഫാത്തുകൾ അള്ളാഹുവിനെ സ്ഥാപിക്കണമെന്ന് ഷാഫിഈ മദ്ഹബിലെ അറിയപ്പെട്ട പണ്ഡിതരാണ്, ആലിമീങ്ങളാണ് ഈ നിലക്ക് സംസാരിക്കുന്നത്. ഇത് പറയുന്നത് ഇന്ന് അശ്അരി ത്വരീഖത്തിലേക്ക് നമ്മുടെ നാട്ടിലെ ആളുകളുടെ വിശ്വാസത്തെ ചേർക്കപ്പെടുന്നു. പക്ഷേ ഇതിനൊക്കെ നേതൃത്വം നൽകിയ പണ്ഡിതന്മാരായി അവർ പരിചയപ്പെടുത്തുന്ന ഈ പണ്ഡിതന്മാരെല്ലാം ആ ത്വരീഖത്തിൽ നിന്ന് മാറി യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിലേക്ക് വന്നിട്ടുണ്ട്. പ്രമുഖരായ ആ പണ്ഡിതന്മാരൊക്കെ തള്ളിപ്പറഞ്ഞ മുഅ്തസിലിയാക്കളുടെയും ജഹ്മിയാക്കളുടെയും ഹറൂറികളുടെയും പാതയിലാണ് യഥാർത്ഥത്തിൽ ഇവരുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അഥവാ ഈ നിലക്ക് ഞങ്ങൾ അശ്അരികളാണ് എന്ന് പറയുന്നവർ നിലകൊള്ളുന്നത് ഈ മുഅ്തസിലിയാക്കളുടെ പാതയിലാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ അബുൽ മആലി അൽ ജുവൈനി, ഇമാമുൽ ഹറമൈൻ എന്നറിയപ്പെടുന്ന ഷാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനാണ്. ഇദ്ദേഹം ഒരിക്കൽ ക്ലാസ് എടുക്കുകയാണ്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന ആയത്ത് അദ്ദേഹം ഓതിയപ്പോ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ലാഹു എവിടെ? അന്ന് അദ്ദേഹത്തിന്റെ വാദം അല്ലാഹു എല്ലായിടത്തുമുണ്ട് എന്നതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാന അല്ലാഹു മാ ഖാന അർശ്, അല്ലാഹു ഉണ്ടായിരുന്നു പക്ഷെ അർശ് ഉണ്ടായിരുന്നില്ല ആദ്യം. വഹുവൽ ആന അലാ മാ ഖാൻ, മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് അല്ലാഹ് ഇപ്പോ എന്ന രൂപത്തിലുള്ള മറുപടി അദ്ദേഹം നൽകിയപ്പോ അദ്ദേഹത്തിന്റെ സദസ്സിൽ പ്രമുഖ ഹദീസ് പണ്ഡിതനായ അബൂ ജഅഫറുൽ ഹമദാനി ഉണ്ടായിരുന്നു. അബുൽ മആലി അൽ ജുവൈനിയോട് ഇദ്ദേഹം ചോദിക്കുകയാണ്, ഉസ്താദെ, ഏതൊരു ആരിഫും റബ്ബിനോട് ദുആ ചെയ്യുമ്പോ തന്റെ ഖൽബും കൈകളും ഉപരിലോകത്തേക്ക് ഉയർത്തിയിട്ടാണ് ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വാദപ്രകാരം അങ്ങോട്ട് ഉയരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ആ കൈകളും ഹൃദയവും
ഒന്ന് മാറ്റാൻ എന്ത് മരുന്നാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? കാരണം അതൊരു ദുറൂറത്തിന്റെ അവസ്ഥയാണ്. എല്ലാവരും കൈകൾ ഉയർത്തുന്നത് ആകാശത്തേക്കാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ചോദ്യമായിരുന്നു അദ്ദേഹത്തെ ചിന്തിപ്പിച്ചത്. അദ്ദേഹം പറയുന്നു, ഹയ്യറനി ഹമദാനി, ഹയ്യറനി ഹമദാനി. തന്റെ തലയിൽ അടിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്നു, ഹമദാനി എന്നെ ആകെ അങ്കലാപ്പിലാക്കി എന്ന് പറയുകയും ആ വിശ്വാസത്തിൽ നിന്ന് അദ്ദേഹം മാറുകയും അൽ അഖീദത്തു നിലാമിയ എന്ന ഗ്രന്ഥം എഴുതി തന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അബൂ ഹാമിദ് അൽ ഗസാലി, അദ്ദേഹവും ആദ്യം അശ്അരി ത്വരീഖത്തിലായിരുന്നു, പിന്നീട് തൗബ ചെയ്തു മടങ്ങി അദ്ദേഹവും ഗ്രന്ഥം എഴുതിക്കൊണ്ട് തന്റെ നിലപാട് വ്യക്തമാക്കി. ഈ പണ്ഡിതന്മാരെ കുറിച്ചെല്ലാം ബോധ്യപ്പെടുത്തിയത്, സൂചിപ്പിച്ചത്, ഇവരെല്ലാം കാര്യം ബോധ്യപ്പെട്ടു മടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവരിലേക്ക് ചേർക്കപ്പെടുന്ന നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം പിഴച്ച കക്ഷികളുടെ പാതയിൽ തന്നെയാണ് നിലകൊള്ളുന്നത് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സത്ത കൊണ്ട് എല്ലായിടത്തുമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ കുഫ്റാണ്. നമ്മൾ ചവിട്ടുന്നിടത്ത്, നമ്മൾ ഇരിക്കുന്നിടത്ത്, നമ്മൾ കിടക്കുന്നിടത്ത്, ടോയ്ലറ്റിൽ വരെ എത്ര ഗൗരവകരമാണ് വിഷയം. അത് മനസ്സിലാക്കിയിട്ടാണ് അബുൽ ഹസൻ അൽ അശ്അരി ആ പിഴച്ച ചിന്താഗതിയിൽ നിന്ന് അദ്ദേഹത്തിന് മാറ്റമുണ്ടായത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഇൽമു കൊണ്ട്, ഖുദറത്ത് കൊണ്ട്, സമഅ് കൊണ്ട്, ബസർ കൊണ്ട്, അല്ലാഹുവിന്റെ അധികാരം കൊണ്ട് അല്ലാഹു എല്ലാവരുടെയും കൂടെയുണ്ട്. അതാണ് സലഫുകളുടെ പാത. അല്ലെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു തആലയെ അപമാനിക്കലാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ ആദർശത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം അഖ്സാമുൽ ലദ്ദാത്ത് എന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം പറയുന്നു, വമൻ ജറബ മിസ്ല തജ്രിബതി അറഫ മിസ്ല മഅരിഫതി. ഞാൻ പരീക്ഷിച്ച പോലെ വല്ലവനും പരീക്ഷിച്ചാൽ ഞാൻ മനസ്സിലാക്കിയതുപോലെ അവനും കാര്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്നത് അദ്ദേഹം വ്യക്തമാക്കിയത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വിശ്വാസപരമായി ഞങ്ങൾ അശ്അരികളാണ് എന്ന് പറയുന്നവർ ചിന്തിക്കേണ്ടത്, അശ്അരി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായി പറയുന്ന അബുൽ ഹസൻ അൽ അശ്അരിയോ അതല്ലെങ്കിൽ അബൂബക്കർ അൽ ബാഖല്ലാനിയോ ഇമാം റാസിയോ ഇമാം ഗസാലിയോ ഇമാം ജുവൈനിയോ ആരും ആ ആദർശത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. അവസാന കാലഘട്ടത്തിലടക്കം മാറിയവരാണ് എല്ലാവരും എന്നത് നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, അന്നത്തെ ജഹ്മികളും അന്നത്തെ മുഅ്തസിലികളും ഖവാരിജുകളും അവരൊക്കെ പറഞ്ഞതിനേക്കാൾ മോശമായ രീതിയിലാണ് മുസ്ലിം പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിലെ പല ആളുകളും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സിഫാത്തിനെ വ്യാഖ്യാനിക്കുന്നത്, അല്ലെങ്കിൽ ആ സിഫാത്തിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇവര് പറയുന്ന മോശപ്പെട്ട പ്രയോഗം ജഹ്മിയാക്കൾ പോലും നടത്തിയിട്ടില്ല എന്ന് കാണാൻ കഴിയും. കാരണം അവർ സിഫാത്തിനെ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ പരിഹസിക്കുന്ന ഒരു സ്വഭാവം അവരിലും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച്, അവന്റെ സിഫാത്തുകളെ സംബന്ധിച്ച് കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ആ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുകയും അതുവഴി സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴികളുമാണ് നാം അന്വേഷിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അർശിൽ ഇസ്തിവാ ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ അർശ് എവിടെയാണ്, അതിന്റെ വലുപ്പം എത്രയാണ്, കൃത്യമായി പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ. അർശ് വഹിക്കുന്ന മലക്കുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. 8 മലക്കുകളാണ് അർശ് വഹിക്കുന്നത്. ആ മലക്കിന്റെ വലുപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഒരു മലക്കിന്റെ ചെവിക്കുന്നിയും ആദ്യക്കും തമ്മിലുള്ള പെരടിയും തമ്മിലുള്ള വ്യത്യാസം, ദൂരം 700 വർഷത്തെ വഴി ദൂരമാണ്. 700 വർഷത്തെ വഴി ദൂരമാണ്. അങ്ങനാണെങ്കിൽ
ആ മലക്കിന്റെ ബാക്കി ഭാഗങ്ങളുടെ വലുപ്പം എത്ര എങ്കിൽ അർശിന്റെ വലുപ്പം എത്ര? അർശിന്റെ വലുപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മസ്സമാവാതു സബ്ഉ ഫിൽ കുർസി ഇല്ലാ കഹൽഖത്തിൻ ഉൽഖിയത് ഫി അർളിൻ ഫലാത്. വിശാലമായി കിടക്കുന്ന മരുഭൂമിയിലുള്ള ഒരു വളയം, ആ വളയം കുർസിയിനെ അപേക്ഷിച്ച് 7 ആകാശങ്ങളും ഭൂമിയുമൊക്കെ ആ വളയത്തിന്റെ സ്ഥാനത്താണ്. കുർസി എന്നത് അത്രമാത്രം വലുപ്പമുണ്ട്. മൗളിഉൽ ഖദമൈൻ, അള്ളാഹുവിന്റെ കദം വെക്കുന്ന, പാദം വെക്കുന്ന ഇടമാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതാണ് ആയത്തുൽ കുർസി. വസിഅ കുർസിയുഹു സ്സമാവാതി വൽ അർള്. അവന്റെ കുർസി ആകാശ ഭൂമികളോളം വിശാലമാണെന്ന് പറഞ്ഞത്. എന്നിട്ട് പ്രവാചകൻ വിശദീകരിക്കുന്നു, വഫളലുൽ അർശി അലൽ കുർസി കഫളലിൽ ഫലാത്തി അലാ തിൽകൽ ഹൽഖ. എന്നാൽ ആ കുർസി അർശിൽ കൊണ്ടുപോയി വെച്ചാൽ ആ അർശാണ് മരുഭൂമിയുടെ സ്ഥാനത്ത്, ആ കുർസ് വളയത്തിന്റെ സ്ഥാനത്താണ്. അപ്പൊ അർശിന്റെ വലുപ്പം എത്ര? ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്ത രൂപത്തിലാണ് അർശിന്റെ വലുപ്പം. ആ അർശിന് ഖവായിമുകളുണ്ട്, കാലുകളുണ്ട് എന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയാണ്, നിങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ എന്നേക്കാൾ മഹത്വപ്പെടുത്തരുത്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ എന്നെ മഹത്വപ്പെടുത്തരുത്. നിങ്ങൾ ഒരിക്കലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ എന്നെ മഹത്വപ്പെടുത്തരുത്. അന്ത്യനാളിൽ എല്ലാവരും ജീവനറ്റു വീഴും. ശേഷം കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായി തല ഉയർത്തുന്നത് ഞാനായിരിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഞാൻ തല ഉയർത്തി നോക്കുമ്പോ ഫഇദാ മൂസ ആഖിദും ബിഖായിമത്തിൽ അർശ്, അർശിന്റെ കാലിൽ പിടിച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിൽക്കുന്നുണ്ടാകും. അതുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ എന്നെ മഹത്വപ്പെടുത്തരുത് എന്ന് ആ ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. ആ അർശ് എവിടെയാണ്? പ്രവാചകൻ പഠിപ്പിച്ചു, ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലുൽ ഫിർദൗസ്. അല്ലാഹുവോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഫിർദൗസ് ചോദിക്കണം. വൽ ഫിർദൗസു അഅ്ലാഉൽ ജന്ന വ ഔസതുൽ ജന്ന. സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ് ഫിർദൗസ്. വ ഫൗഖഹു അർശുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അർശ് അതിന്റെ മീതെയാണ്. തഫജ്ജറുൽ അൻഹാർ, അതിൽ നിന്നാണ് സ്വർഗീയ നദികൾ പ്രവഹിക്കുന്നത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ കഴിയും. ആ നിലക്ക് ആ അർശിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്തിവാ ചെയ്തിട്ടുള്ളത്. അർ റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നാൽ ആ റഹ്മാനായ റബ്ബിന്റെ അറിവും ഇൽമും ഖുദ്റത്തും കഴിവും അവന്റെ കാഴ്ചയും കേൾവിയും അതിൽ നിന്ന് ഒരാളും ഒഴിവല്ല എന്നതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. ആ നിലക്ക് അല്ലാഹുവിനെ യഥാരൂപത്തിൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കി റബ്ബിലേക്ക് അടുക്കാൻ നമ്മൾ ശ്രമിക്കുക. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.